ഫോക്ലോറിൻ്റെ സവിശേഷതകളെക്കുറിച്ച് അക്കാദമികമായ പല നിരീക്ഷണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട 12 സവിശേഷതകൾ ഓരോ പോയിന്റുകളായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. വളരെ വിശദമായിട്ട് നമ്മൾ അതിൻ്റെ പഠനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ 12 കാര്യങ്ങൾ, സവിശേഷതകളുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളായ 12 പോയിന്റുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നേരത്തെ ഫോക്ലോറിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, അത് ജനസഞ്ചയത്തിൻ്റെ അറിവാണ് എന്ന് പറയുന്നതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അത് ഈ പ്രാചീനമായ കാലം തൊട്ടേ മനുഷ്യർ സംഘം ചേർന്നിട്ടാണ് ജീവിച്ചിരുന്നത്. പഴയ ജനതയുടെ ഒരു ജീവിത സംസ്കാരം കൂട്ടായ്മയുടേതായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ കൂട്ടുകുടുംബ വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് അണുകുടുംബത്തിലേക്ക് നമ്മൾ പരിവർത്തിക്കപ്പെട്ടു. ഇതേപോലെ പഴയ കാലഘട്ടങ്ങളിൽ മനുഷ്യന്മാർ ജീവിച്ചിരുന്നത് സംഘം ചേർന്നിട്ടായിരുന്നു എന്നുള്ളതാണ്. ആധുനിക കാലഘട്ടമാകുമ്പോഴത്തേക്കാണ് കഥ എഴുതുന്ന ഒരാൾ ആയി മാറുന്നത്. കവിത ഒരാൾ എഴുതുന്ന ഒരു രീതിക്ക് ആധുനിക കാലഘട്ടത്തിലാണ് അതിൻ്റെ ഒരു പൂർണ്ണത വരുന്നത്. പണ്ടത്തെ ഫോക്ലോറിനെ സംബന്ധിച്ചിടത്തോളം, ഫോക്ലോർ വാമൊഴിയാണ്. വാമൊഴിയായിട്ട് പകരപ്പെട്ട ഫോക്ലോറിൻ്റെ ഘടകങ്ങളിൽ പങ്കാളികളായിരുന്നത് സമൂഹം ആയിരുന്നു. സമൂഹം എന്ന് പറഞ്ഞാൽ ജനസഞ്ചയം, ജനങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നാണ് അത് ഉണ്ടായത്. ഈ ജനങ്ങൾ ആരായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വലിയ വിദ്യാഭ്യാസം നേടിയ ആളുകളോ സംസ്കൃത വിദ്യാഭ്യാസമോ അക്ഷര വിദ്യാഭ്യാസമോ ഒന്നും നേടാത്ത വളരെ സാധാരണക്കാരായ ഒരു സാമാന്യ ജനതയായിരുന്നു ഈ ഫോക്ലോറിൻ്റെ നിർമ്മിതികളിൽ പ്രധാനപ്പെട്ട പങ്കാളികളായിരുന്നത്. അവർ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ പലതരം തൊഴിലുകളിൽ ഏർപ്പെട്ടു. അവർ സംഘം ചേർന്ന് കൃഷിയിടങ്ങളിൽ പോയി കൃഷി ചെയ്തു. വിതയ്ക്കുന്ന സമയത്തും കൊയ്യുന്ന സമയത്തും ഒക്കെ അവരുടേതായ ആയാസത്തിന് വേണ്ടി അവർ കൂട്ടം ചേർന്ന് പാടുകയും ആ പാട്ടുകൾ ഏറ്റുപാടുകയും ചെയ്തു. അങ്ങനെ വയലേലകളിൽ നിന്ന് ആദ്യത്തെ പാട്ടിൻ്റെ താളവും ആദ്യത്തെ പാട്ടിൻ്റെ സൗന്ദര്യാത്മകമായ ഒരു രൂപവും ഉണ്ടായത് കൃഷിയിടങ്ങളിലാണ് എന്ന് നമുക്കറിയാം. അതുപോലെ വേട്ടയാടാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവർ പാടിയ പാട്ടുകളും അവരുണ്ടാക്കിയ കഥകളും അനുഷ്ഠാനങ്ങളായിട്ടും നാടോടി കഥകളായിട്ടും ഇവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ജീവിതാനുഭവങ്ങളിലൂടെ ഒരു കൂട്ടം വ്യക്തികൾ ആർജിച്ച അനുഭവത്തിൻ്റെ സൗന്ദര്യാത്മകമായ ആവിഷ്കാരമായിട്ടാണ് ഓരോ ഫോക്ലോർ കലാരൂപങ്ങളും ഉണ്ടായി വന്നത്. അത് വ്യക്തിയെ മാറ്റി നിർത്തുകയും ഒരുപാട് വ്യക്തികൾ ചേർന്നൊരു സമൂഹത്തിൻ്റെ ഒരു സൃഷ്ടിയായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് പരമാർത്ഥം. അതുകൊണ്ടാണ് ജനസഞ്ചയത്തിൻ്റെ അറിവ് ആയി ഫോക്ലോറിനെ പ്രധാനപ്പെട്ട നിരൂപകന്മാരൊക്കെ, ഫോക്ലോറിസ്റ്റുകളൊക്കെ ആ രീതിയിൽ ജനസഞ്ചയത്തിൻ്റെ അറിവായിട്ട് ഫോക്ലോറിനെ വിലയിരുത്തുന്നത്. ഫോക്ലോറിൻ്റെ സവിശേഷതകളിൽ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ഒന്നാമത്തെ പോയിൻ്റ് സാമൂഹിക ബന്ധം ആണ്. ഫോക്ലോറിൻ്റെ സവിശേഷതകളിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ പോയിൻ്റ് സാമൂഹിക ബന്ധം എന്ന സബ് ടൈറ്റിലാണ്. സാമൂഹിക ബന്ധം നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. അത് സാമൂഹികമായൊരു സൃഷ്ടിയാണ് ഫോക്ലോർ, വ്യക്തിപരം ആയിരുന്നില്ല. ആദ്യ കാലഘട്ടത്തിൽ അത് പാടുന്നത്, അത് ഉണ്ടാക്കിയത്, ആ ശീലുകളൊക്കെ ഉണ്ടാക്കാൻ കവിത്വമുള്ള ആരെങ്കിലും ഒരാളുണ്ടായിരിക്കും. ആ കവിത്വമുള്ള ആരെങ്കിലും ഒരാളുടെ കൂടെ ഒരു വരി പാടുന്നതിനോടൊപ്പം മറ്റൊരു വരിയും കൂടി കൂട്ടിച്ചേർത്ത് ഒരു പാട്ട് അവർ പാടി പടച്ച് ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ കൂടി ചേർന്ന് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അതിനൊരു സാമൂഹികമായ ബന്ധം ആണ് അതിനുള്ളത് എന്ന് പറയുന്നത്. അത് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഒരു പക്ഷേ വ്യക്തിപരമായിരിക്കാം എങ്കിലും പിന്നീട് വീണ്ടും ഒരു വ്യക്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ടാക്കിയതിന് ശേഷം ഒരുപാട് വ്യക്തികൾ അത് ഏറ്റെടുക്കുകയും ഏറ്റുപാടുകയും അതിനെ പിന്നെയും പുനരുൽപ്പാദിപ്പിക്കുകയും ആവർത്തിച്ച് അത് പ്രയോഗിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തി ഉണ്ടാക്കിയതാണ് പാട്ട് എങ്കിൽ പോലും, കുറച്ച് വ്യക്തികൾ ചേർന്ന് ഉണ്ടാക്കിയതാണ് ആ പാട്ട് എങ്കിൽ പോലും പിന്നീട് ആ പാട്ട് ഒരു സമൂഹത്തിൻ്റെ പാട്ടായി മാറുന്നു. അങ്ങനെ പണ്ട് കാലത്ത് ഉണ്ടാക്കപ്പെട്ട നാടൻ പാട്ടുകളെല്ലാം സാമൂഹിക ഗാനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ആ പാട്ടുകളോടൊപ്പം ഒരിക്കലും ഒരു വ്യക്തിയുടെ പേര് നമുക്ക് എവിടെയും കാണാൻ കഴിയുകയില്ല. പ്രത്യേകിച്ചും വടക്കൻ സമൂഹത്തിലുണ്ടായ പാട്ട് വടക്കൻ പാട്ട്, തെക്കൻ സമൂഹത്തിലുണ്ടായ പാട്ട് തെക്കൻ പാട്ട് എന്നല്ലാതെ ഒരു വ്യക്തി ഉണ്ടാക്കിയ പാട്ടായിട്ട് നമ്മൾ ഒരിക്കലും പറയാറില്ല. അതുകൊണ്ടാണ് അതിന് സാമൂഹികമായ ബന്ധമാണ് അതിനുള്ളത് എന്ന് പറയുന്നത്. ഈ പാട്ടുകളുടെ രൂപീകരണത്തിലും പാട്ടുകളുടെ പ്രയോഗത്തിലും പാട്ടുകളുടെ ഉപയോഗത്തിലും ആവർത്തനത്തിലും അതിൻ്റെ കൈമാറ്റത്തിലും എല്ലാം ഒരു സമൂഹം ഒന്നടങ്കം പങ്കാളികളാകുന്നു. അതുകൊണ്ടാണ് ഫോക്ലോറിൻ്റെ ഒന്നാമത്തെ പോയിൻ്റായിട്ട് സമൂഹം എന്നുള്ള ഒരു പോയിൻ്റ് ആദ്യം തന്നെ സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിൻ്റ് ആയ പാരമ്പര്യധാരയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. പാരമ്പര്യധാരയാണ് രണ്ടാമത്തെ പോയിൻ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് കാര്യം തന്നെയാണ്. ഫോക്ലോറിൽ ഉള്ളത് പാരമ്പര്യമാണ്, പരമ്പരാഗതമായിട്ട് ഉള്ളതാണ്, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. പഴയ തലമുറ ഓരോരോ തലമുറകൾക്കും കൈമാറി കൊടുത്തു വന്ന പരമ്പരാഗതമായ സ്വത്ത് കൈമാറ്റം ചെയ്യുന്നത് പോലെ തന്നെ
പഴയ തലമുറ അവരുടെ ഭാഷയെയും അവരുടെ പാട്ടിനെയും അവരുടെ കളികളെയും അവരുടെ കഥകളെയും അവരുടെ വിശ്വാസങ്ങളെയും എല്ലാം ഇതൊക്കെ പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടപ്പെട്ടവയാണ്. അതുകൊണ്ട് പാരമ്പര്യത്തിൻ്റെ ധാരയാണ് ഫോക്ക്ലോറിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാനുള്ളത്. നമുക്ക് കിട്ടിയ വിശ്വാസങ്ങളും ആചാരങ്ങളും പെരുമാറ്റ രീതികളും തുടങ്ങിയവയാണ് നമ്മൾ പാരമ്പര്യ ധാരകളിൽ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഒന്ന് സാമൂഹിക ബന്ധം, രണ്ടാമത് പാരമ്പര്യധാര. ഇനി മൂന്നാമതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ജനസംസ്കാരത്തിൻ്റെ സ്രോതസ് എന്ന ഒരു പോയിൻ്റാണ്. പാരമ്പര്യം, സാമൂഹികം എന്ന് പറഞ്ഞതിന് ശേഷം സംസ്കാരം എന്ന ഒരു തലം ഫോക്ക്ലോറിനുണ്ട്. പാരമ്പര്യം, സമൂഹം എന്നതിനോടൊപ്പം സംസ്കാരം എന്നൊരു തലം എങ്ങനെയാണ് ഫോക്ക്ലോറിൽ വരുന്നത്? അത് ആരുടെ സംസ്കാരത്തിൻ്റെ? ജനങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഉറവിടമാണ്, സ്രോതസ്സാണ്. ജനങ്ങളുടെ സംസ്കാരത്തിൽ നിന്നാണ് അവരുടെ പാട്ടുണ്ടായത്. ജനങ്ങളുടെ സംസ്കാരത്തിൽ നിന്നാണ് അവരുടെ വിശ്വാസങ്ങൾ ഉണ്ടായത്. ആ സംസ്കാരത്തിൻ്റെ സ്രോതസ്സ് എന്ന് പറയാവുന്നതിൽ എന്തൊക്കെ പെടും? നമ്മുടേതായ ആചാരങ്ങൾ, നമ്മുടേതായ ചില ചിട്ടകൾ, പെരുമാറ്റ രീതികൾ, നമ്മുടേതായ ചില വഴക്കങ്ങൾ, ആളുകളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഉപചാര മര്യാദകൾ, നമ്മുടേതായ നാടൻ പാട്ടുകൾ, നമ്മുടെ പുരാവൃത്തങ്ങൾ, ഐതിഹ്യങ്ങൾ, ഔഷധ പദ്ധതികൾ, മാന്ത്രിക വിദ്യയിലുള്ള നമ്മുടെ കഴിവുകൾ, കല, കൈത്തൊഴിൽ തുടങ്ങിയ ജീവിതത്തിൻ്റെ നാനാവശങ്ങളും ഉൾപ്പെടുന്നതാണ് സാംസ്കാരികം എന്ന് പറയുന്ന ഒരു തലം. അപ്പോൾ ജനസംസ്കാരത്തിൻ്റെ ഒരു സ്രോതസ്സായിട്ടാണ് ഫോക്ക്ലോറിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 4ാമത്തെ കാര്യമാണ്. ഒന്നുകൂടി 3 കാര്യങ്ങളെയും നമുക്ക് ഓർമ്മിക്കാം. ആദ്യം സാമൂഹികമായ ബന്ധം, 2 പാരമ്പര്യധാര, 3 ജനസംസ്കാരത്തിൻ്റെ സ്രോതസ്, 4ാമത്തേത് നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്, അജ്ഞാത കർത്തൃത്വം. അജ്ഞാതരായ ആളുകളാണ് അതുണ്ടാക്കിയത്. നാടൻ പാട്ടുകൾ ഉണ്ടാക്കിയത്, വടക്കൻ പാട്ട് ആരുടെ രചനയാണെന്ന് നമുക്ക് ഒരിക്കലും ചോദിക്കേണ്ടി വന്നിട്ടില്ല. അതുപോലെ തെക്കൻ പാട്ടുകൾ ആരുണ്ടാക്കിയതാണെന്ന് നമ്മൾ ചോദിക്കേണ്ടി വന്നിട്ടില്ല. അജ്ഞാതരായ ഏതോ പഴയ കവികൾ, അജ്ഞാതരായ ഏതോ കലാകാരന്മാർ നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ കണ്ടിട്ടില്ലാത്തതും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ലാത്തതുമായ അതിവിദൂരമായ ഏതോ ഒരു ഭൂതകാലത്തിൽ ഏതോ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, പേരോ നാടോ ഊരോ ഒന്നും അറിയാത്ത, എന്ന് ജീവിച്ചു എന്ന് പോലും തിരിച്ചറിയപ്പെട്ടിട്ടില്ലാത്ത, ചരിത്രത്തിൽ പേര് ഒരിക്കൽ പോലും രേഖപ്പെടുത്തി വെച്ചിട്ടില്ലാത്ത അജ്ഞാതരായ ആളുകളാണ് ഫോക്ക്ലോറിൻ്റെ സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. ഓരോ ഫോക്ക്ലോർ രൂപങ്ങളും ഉണ്ടാക്കി വെച്ചത് ഒരു വ്യക്തിയല്ല, അജ്ഞാതരായ ഏതൊക്കെയോ ആളുകൾ ചേർന്നിട്ടാണ്. ഫോക്ക്ലോറിൻ്റെ ഒരു സവിശേഷത, കലാരൂപമായാലും ഏതെങ്കിലും പാട്ടായാലും അല്ലെങ്കിൽ ഭൗതിക വസ്തുക്കളുടെ നിർമ്മാണമായാലും അവയിലൊന്നും ഒരു വ്യക്തിയുടെ പേര് ചേർത്ത് പറയുന്ന ഒരു പതിവ് നാടൻ സംസ്കാരത്തിലില്ല. ഒരു വ്യക്തിയല്ല അവിടെ പ്രധാനമായ സ്ഥാനത്ത് നിലകൊള്ളുന്നത്, സമൂഹമാണ്. സമൂഹത്തിൻ്റെ സൃഷ്ടി എന്ന നിലയിലാണ് അത് വരുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമായി പറയാനുള്ളത് തിരുവാതിരക്കളിയാണ്. തിരുവാതിരക്കളി എന്ന് തുടങ്ങിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതൊരു വിദൂരമായ ഒരു കാലത്ത് തുടങ്ങി ഇന്നും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേരളീയ കലാരൂപമാണ്. ആ തിരുവാതിരക്കളി ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ആർക്കും അതിന് ഉത്തരവില്ല. തിരുവാതിരക്കളി ആരോ ഉണ്ടാക്കി, ഏതോ ഒരു കാലഘട്ടത്തിൽ ഏതോ ഒരു സമൂഹം ഉണ്ടാക്കിയ ആ കളി ഇന്നും നമ്മൾ ആവർത്തിക്കുന്നു. അത് ഉണ്ടാക്കിയ ആളാരാണെന്ന്, സമൂഹം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് ഉത്തരമില്ല. ഉത്തരമുള്ളത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അജ്ഞാത കർത്തൃത്വങ്ങളാണ് എന്ന് മാത്രമാണ് അതിൻ്റെ ഉത്തരം. ഇനി 5ാമത്തെ ഒരു പോയിന്റ് പരിശീലന നിഗൂഢത എന്നതാണ്. ഇതിൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ നാടൻ കലകളും നാടൻ നൃത്തങ്ങളും പാട്ടുകളും കരവിരുതുകളും ഒക്കെ പരമ്പരാഗതമായിട്ട് നമുക്ക് പകർന്നു കിട്ടിയതാണ്. ഏതെങ്കിലും ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതി വ്യവസ്ഥയിൽ, ഏതെങ്കിലും ഒരു നാട്ടിൽ, ഏതെങ്കിലും ഒരു കുടുംബപരമായിട്ടൊക്കെ പകർന്നു കിട്ടിയ ഒരുപാട് കലാരൂപങ്ങളുണ്ട്. അത് ഒരു വ്യക്തി ജനിച്ചു വളർന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളും കുടുംബവും നൽകുന്ന അറിവുകളുടെ ഭാഗമാണത്. അപ്പോൾ അതൊരു തെയ്യം കലാകാരൻ്റെ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിക്ക്, ഒരു കുട്ടിക്ക് വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ ആ ഒരു കലാരൂപവുമായിട്ടുള്ള ഒരു ആത്മബന്ധം സ്ഥാപിക്കുവാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് തെയ്യം ചുവടുകളെ പറ്റിയിട്ടും അതിൻ്റെ അനുഷ്ഠാനപരമായ കാര്യങ്ങളെക്കുറിച്ചിട്ടും ഒന്നും അറിഞ്ഞുകൂടെങ്കിലും ആ ഒരു കുടുംബത്തിൽ വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് അത് പഠിച്ചെടുക്കാൻ വലിയ പ്രയാസം അനുഭവപ്പെടുന്നില്ല. പരിശീലന നിഗൂഢത, അത്ര വലിയൊരു ക്ലിഷ്ടത അതിന് ഇല്ല. ആ സാഹചര്യത്തിൽ വളർന്നു വരുന്ന ഒരാൾക്ക് വളരെ സ്വാഭാവികമായിട്ടും പ്രയാസമൊന്നും കൂടാതെ അത് സ്വായത്തമാക്കാൻ കഴിയുന്നു. ഒരുപാട് വളരെ കാലത്തെ പരിശീലനവും പരിചയവും ഒക്കെ അതിന് വേണ്ടി വരുമെങ്കിൽ കൂടിയും സ്വാഭാവികമായി അത് പഠിച്ചെടുക്കുന്നതിനാൽ അത് പ്രയാസമില്ലാതെ സ്വായത്തമാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഫോക്ക്ലോറിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ള ഒരു പോയിന്റ് വ്യത്യാവസ്ഥയാണ്. വ്യത്യാവസ്ഥ എന്നാണ് അത് പറയുന്നത്. വ്യത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ വ്യത്യാസം. ഒരു ഫോക്ക്ലോർ കലാരൂപം അല്ലെങ്കിൽ ഒരു നാടൻ പാട്ട് അല്ലെങ്കിൽ ഒരു നാടൻ കളി,
ഇങ്ങനെയുള്ളൊരു കലാരൂപം ഇപ്പം വടക്കേ മലബാറിൽ അവതരിപ്പിക്കുന്ന രീതിയും ചിലപ്പോൾ തിരുവിതാംകൂറിൽ അവതരിപ്പിക്കുന്ന രീതിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. ഇതാണ് വ്യത്യാവസ്ഥ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഓണത്തിന് പൂവിടുന്ന ചടങ്ങിൽ പോലും ഈ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. മലബാറിൽ പ്രത്യേകിച്ചും മഹാബലിയെ വരവേൽക്കുന്നതിന് വേണ്ടി നമ്മൾ മുറ്റത്ത് പൂക്കളം ഒരുക്കുന്നു. പൂക്കളം ഒരുക്കലാണ് പ്രധാനപ്പെട്ട ഒരു ഓണത്തിൻ്റെ ഒരു സവിശേഷത. പക്ഷേ മധ്യ കേരളത്തിൽ പൂക്കളത്തോടൊപ്പം ഓണത്തപ്പനെയും കൂടി പ്രതിഷ്ഠിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ പാട്ടുകളുടെ വരികളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ കളികളിൽ ചില വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. ഇങ്ങനെ ദേശഭേദം അനുസരിച്ചിട്ട് പാഠഭേദത്തോടു കൂടിയിട്ട് ഫോക്ക്ലോർ കലാരൂപങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ഫോക്ക്ലോറിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഇനി അടുത്ത ഒരു പോയിന്റ്, 7ാമത്തെ പോയിന്റാണ് ഇനി പറയാനുള്ളത്. ഉൽപ്പത്തി നിർണയ ക്ലേശം. ഏത് കാലഘട്ടത്തിലാണ് അതിൻ്റെ ഉൽപ്പത്തി ആവിർഭാവം എന്ന് കൃത്യമായി പറയുക, കണ്ടെത്തുക എന്നുള്ളത് ഒരു പ്രയാസമേറിയ കാര്യമാണ്. മറ്റുള്ള പല വിഷയങ്ങൾക്കും ഏത് കാലഘട്ടത്തിൽ ഉണ്ടായി എന്ന് കണ്ടെത്താനും അതിനെക്കുറിച്ച് അന്വേഷിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പുരാവസ്തു വിജ്ഞാനീയത്തിൽ നമ്മൾ ഏത് കാലഘട്ടത്തിൽ ഉണ്ടായി എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി കാർബൺ ടെസ്റ്റ് പോലുള്ള സംഗതികൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഫോക്ക്ലോർ കലാരൂപങ്ങൾ എത്ര കാലത്തോളം പഴക്കമുള്ളവയാണ് എന്ന് കണ്ടെത്തുവാൻ ഒരു നിർവാഹവും നമുക്ക് ഇല്ല എന്നുള്ളതാണ്. വേറെ ഒരു കാര്യം കൂടി അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫോക്ക്ലോർ ഓരോരോ കാലഘട്ടത്തിനും ഓരോരോ ജനസഞ്ചയത്തിനും അനുസരിച്ചിട്ട് അതിൽ പല പ്രകാരഭേദങ്ങളും പാഠഭേദങ്ങളും പരിണാമങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉൽപ്പത്തിയെ പറ്റിയിട്ട് ഏത് പാഠമാണ് ആദ്യം ഉണ്ടായത് നമുക്ക് പറയാൻ പറ്റുമോ? ഏത് കഥയാണ് ആദ്യമായി, ഇപ്പോൾ തെക്കൻ തിരുവിതാംകൂറിലുള്ള കഥയാണ് ആദ്യം ഉണ്ടായതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരേ കഥ തന്നെ പലതായിട്ട് ദേശഭേദത്തിനനുസരിച്ചിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാലം, ഉത്ഭവിച്ച കാലം എത്രത്തോളം പഴക്കമുള്ളതായിരുന്നു എന്ന് അറിയുന്നതിന് ഫോക്ക്ലോറിൽ ഒരു നിർവാഹവുമില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ്. ചരിത്രമായാലും ആന്ത്രോളജി ആയാലും പുരാവസ്തു വിജ്ഞാനീയമായാൽ പോലും നമുക്ക് അതിൻ്റെ പഴക്കം കണ്ടുപിടിക്കുന്നതിന് വലിയ പ്രയാസങ്ങളൊന്നും നേരിടുന്നില്ല. പക്ഷേ ഫോക്ക്ലോർ മനോലോകത്തിൻ്റെ, മനസ്സിൻ്റെ, സമൂഹ മനസ്സിൻ്റെ സൃഷ്ടിയായതുകൊണ്ട്, രേഖപ്പെടുത്തി വയ്ക്കാത്തവയായതുകൊണ്ട് അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നിർണ്ണയിക്കുക എന്ന ക്ലേശം നേരിടേണ്ടി വരുന്നുണ്ട്. ഇത് ഫോക്ക്ലോറിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തതായിട്ട് 8ാമത്തെ പോയിൻ്റാണ് പറയാനുള്ളത്. അത് പരിവർത്തന വിധേയത്വം എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. പരിവർത്തനം, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പരസ്പരം കൂടി കലർന്നുണ്ടെങ്കിൽ, കാരണം പരിവർത്തനത്തിന് വിധേയമാണത്, മാറ്റത്തിന് വിധേയമാണ്. ഒരു പാട്ട് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി എന്ന് വെച്ചിട്ട് ആ പാട്ടിന് പിന്നീട് ഓരോരോ കാലഘട്ടത്തിലും അതിനോടൊപ്പം കൂട്ടിച്ചേർക്കലുകൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ വടക്കൻ പാട്ടിലുണ്ടായ പാട്ടുകൾ, ചില പാട്ടുകൾ ഒരുക്ക് ശീലുകൾ എന്ന പേരിൽ കുറച്ച് വരികളുണ്ടാവും. ആ വരികൾക്കനുസരിച്ചിട്ട് സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട്, കാലം മാറുന്നതിനനുസരിച്ചിട്ട് ആ ഒരുക്ക് ശീലുകളിൽ പുതിയ വരികൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അത് അവതരിപ്പിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് ഏതൊരു കലാരൂപവും കാലഘട്ടത്തിനനുസരിച്ചിട്ട്, ഏതൊരു ഫോക്ക്ലോർ കലാരൂപവും കാലഘട്ടത്തിനനുസരിച്ചിട്ട് പരിണാമത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. പണ്ടുകാലത്ത് തെയ്യത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ചമയങ്ങളിൽ എത്രമാത്രം പുതിയ പുതിയ മാറ്റങ്ങൾ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. പഴയ കാലത്ത് ഇല്ലാതിരുന്ന പല സാധനങ്ങളും ഇന്ന് തെയ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ലഭ്യമാണ്. അപ്പോൾ എത്രത്തോളം സുന്ദരമാക്കിയിട്ട് ആ കലാരൂപത്തെ ജനങ്ങളുടെ മുമ്പിൽ പൂർണ്ണ സൗന്ദര്യത്തോടു കൂടി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഫോക്ക്ലോറിൽ സംഭവിക്കുന്നുണ്ട്. വേറെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പല കലാരൂപങ്ങളും അനുഷ്ഠാനപരമായിട്ട് ക്ഷേത്രങ്ങളോടനുബന്ധിച്ചിട്ട് നടത്തിയവയായിരുന്നു. പക്ഷേ ഇന്ന് അതല്ലല്ലോ സ്ഥിതി. ഇന്ന് നമുക്ക് വേദികളിലും സ്റ്റേജുകളിലും ഒക്കെ തെയ്യം അവതരിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലുള്ള കലാരൂപങ്ങൾ ക്ഷേത്രങ്ങളിൽ മാത്രം അല്ലെങ്കിൽ കാവുകളിൽ മാത്രം അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം നടത്തിയിരുന്നു. മാപ്പിളപ്പാട്ട് കല്യാണത്തിന് മാത്രം ഉപയോഗിച്ചിരുന്നതായിരുന്നല്ലോ, ഒപ്പന അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഇന്ന് കല്യാണത്തിന് മാത്രമല്ലല്ലോ, നമുക്ക് മത്സരവേദികളിൽ പോലും അത് ഒരു ഇനമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ കാലഘട്ടം ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് ഫോക്ക്ലോർ കലാരൂപങ്ങൾക്ക് പരിവർത്തന വിധേയമാകുന്ന ഒരു സ്വഭാവം നമുക്ക് കാണാൻ കഴിയും. ഇനി 9ാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. പ്രാദേശികത എന്ന ഒരു സബ് ടൈറ്റിലാണ് നമ്മളിത് പഠിക്കുന്നത്. പ്രാദേശികത എന്ന് പറഞ്ഞാൽ ചില പ്രദേശങ്ങളിൽ മാത്രമേ അതുള്ളൂ എന്നുള്ളതാണ്. ചില കലാരൂപങ്ങൾ ചില പ്രദേശത്തിൻ്റെ സവിശേഷതകളിൽ മാത്രം നിലകൊള്ളുന്നവയാണ്. ഉദാഹരണം പറഞ്ഞാൽ പടയണി എന്ന് പറയുന്ന കലാരൂപം തിരുവിതാംകൂറിലും മധ്യ കേരളത്തിലും മാത്രമേ ഉള്ളൂ, മലബാറിലില്ല. അവിടെ നിന്ന് അതിനെ പറിച്ച് മലബാറിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് അത്ര വലിയ ഒരു ജനപിന്തുണയോ ഭംഗിയോ അതിന് ആർജിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല. അവരുടെ സംസ്കാരത്തിൻ്റെ, മധ്യ തിരുവിതാംകൂറിൻ്റെയും മധ്യ കേരളത്തിൻ്റെയും ജീവിതത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, ആരാധനയുടെ ഭാഗമായിട്ട് അവിടെയാണ് അത് നിലകൊള്ളുന്നത്. അതിനെ പറിച്ച് വേറെ ഇവിടെ കൊണ്ടുവന്ന് നടാമെന്ന് വെച്ചാൽ അത് വിജയകരമാകുന്ന കാര്യമില്ല. അതുപോലെ
കണ്ണൂരിലെ തെയ്യത്ത് തിരുവിതാംകൂറിൽ കൊണ്ടുപോയിട്ട് അവതരിപ്പിക്കണം എന്ന് വെച്ചാൽ അത് അനുഷ്ഠാനപരമായ ഒരു വിജയമായിട്ട് മാറുകയില്ല. അതുപോലെ തിറ കോഴിക്കോട്ടുള്ളതാണ്, അത് അവിടെ തന്നെ ഉള്ളതാണ്. അവിടെ ആ മണ്ണിൽ അത് വേരുറച്ചു പോയതാണ്. ആ വേരുറച്ചു പോയ കലാരൂപത്തെ വേരിൽ നിന്ന് പിഴുതെടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി നട്ട് അതിനെ വളർത്താം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാധ്യമല്ല. അതുകൊണ്ട് ഒരു ദേശത്തിൻ്റെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രാദേശികതയോടെ നിലകൊള്ളുന്നവയാണ് പല ഫോക്ലോർ കലാരൂപങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഫോക്ലോറിൻ്റെ സവിശേഷതകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് പ്രാദേശികത എന്ന പോയിന്റിനെ നമ്മളിവിടെ പഠിക്കുന്നത്. ഇനി അടുത്തതായിട്ട് 10ാമത്തെ പോയിന്റ് രീതിഭേദം എന്ന ഒരു കാര്യമാണ്. ഇതും നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ ചില ആവർത്തനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്, എന്നാലും ഇത് പഠിക്കാനുള്ളത് കൊണ്ട് അത് പറയാതെ നിവൃത്തിയില്ല. രീതിഭേദം എന്ന ഒരു സബ് ടൈറ്റിലാണ് 10ാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ പറയുന്ന ഒരു കാര്യം, ഒരു സമൂഹത്തിൻ്റെയോ ഒരു ദേശത്തിൻ്റെയോ പാരമ്പര്യ സംസ്കാരത്തെ മറ്റൊരു പ്രദേശത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ പാരമ്പര്യത്തിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നത് ആവിഷ്കരണ രീതിയിലുള്ള വ്യത്യാസം കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന രീതിയും വേറൊരു നാട്ടിൽ അതിനെ അവതരിപ്പിക്കുന്ന രീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. നേരത്തെ പാഠഭേദത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ രീതിഭേദം, അവതരണത്തിലുള്ള രീതിഭേദം, നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു കലാരൂപത്തിലെ വരികളിലുള്ള വ്യത്യാസം ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ അവതരണത്തിലുള്ള വ്യത്യാസം, അവതരണപരമായ ചടങ്ങുകളിലും അത് അവതരിപ്പിക്കുന്ന രീതിയിലുമുള്ള ഭേദം എന്ന് പറഞ്ഞാൽ വ്യത്യാസം, അവതരണ രീതിയിലുള്ള വ്യത്യാസം ഫോക്ലോറിൽ പ്രാദേശികമായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അടുത്തത് ഫോക്ലോറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാനുള്ളത് 11ാമത്തെ പോയിന്റ്, ലാളിത്യവും അകൃത്രിമതയും ആണ്. കൃത്രിമമല്ല നമ്മുടെ ഈ ഒരു കലാരൂപം. മറ്റേ ക്ലാസിക്കൽ കലാരൂപങ്ങൾക്കൊക്കെ ഒരു പാണ്ഡിത്യത്തിൻ്റെ ഒരു തലം നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു മനസ്സിലാകായികയുടെ ഒരു തലം ഈ ഫോക്ലോറിൽ നമുക്ക് കാണാം. വളരെ ലളിതമായ വരികൾ, ലളിതമായ ചില രീതികൾ. സാധാരണക്കാരായ ജനങ്ങളാണ്, വലിയ പണ്ഡിതന്മാരൊന്നും അല്ലല്ലോ പാട്ടുണ്ടാക്കുന്നതും പാടുന്നതും. അതുകൊണ്ട് തന്നെ ഏറ്റവും നാടൻ പാട്ടുകളുടെ സവിശേഷത അതാണല്ലോ, ഏറ്റവും ലളിതമായ വരികൾ. അപ്പോൾ അങ്ങനെ വളരെ ലളിതവും അകൃത്രിമവും, യാതൊരു തരത്തിലുള്ള കൃത്രിമത്വവും ഇല്ലാത്ത നമ്മുടെ ക്ലാസിക്കൽ കലാരൂപങ്ങളൊക്കെ എത്ര ആളുകൾക്ക് കേട്ടാൽ മനസ്സിലാകും, നമ്മുടെ കഥകളി പദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എത്ര ആളുകൾക്ക് മനസ്സിലാകും. പക്ഷേ ഒരു നാടൻ പാട്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. അതെന്തുകൊണ്ടാണ്? അത് വളരെ ലളിതമായ ഒരു ആവിഷ്കാര രീതി ആയതുകൊണ്ടാണ്. പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പദങ്ങൾ മാത്രമേ അതിൽ ഉപയോഗിക്കുന്നുള്ളൂ. പാട്ടാണ് അതിൻ്റെ ഗാനാത്മകതയാണെങ്കിലോ വളരെ മനോഹരവും സാധാരണ ജനങ്ങളെ അത്യധികം ആകർഷിക്കുന്ന ഒരു സംഗീതവും കൂടി ചേർന്നുകൊണ്ടാണ് അതിനെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഫോക്ലോറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അതിൽ അടങ്ങിയിരിക്കുന്ന ലാളിത്യവും യാതൊരു തരത്തിലുള്ള കൃത്രിമത്വമില്ലാത്ത അതിൻ്റെ ഒരു രൂപഭാവവുമാണ് ഫോക്ലോറിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് നമുക്ക് കണക്കാക്കാനുള്ളത്. ഇനി അവസാനത്തതും 12ാമത്തേതുമായൊരു പോയിന്റ് ശരിയായ പാഠത്തിൻ്റെ അഭാവം എന്നുള്ളതാണ്. ഇതിന് കൃത്യമായൊരു പാഠമില്ല. ഒരു പാഠത്തിൻ്റെ പാഠാന്തരങ്ങൾ ആയിട്ടാണ് വന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഏത് പാഠമാണ് ആദ്യത്തേത് എന്ന് നമുക്ക് പറയാൻ, ഏത് ടെക്സ്റ്റാണ്, ഏതാണ് ആദ്യം ഉണ്ടായത്? ഇപ്പോൾ ഒരു പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ആ പാട്ടിൽ പല പാഠഭേദങ്ങളുണ്ടെങ്കിലും ഏതാണ് അതിൻ്റെ ആദ്യത്തേത് എന്ന് കണ്ടുപിടിക്കാനുള്ള യാതൊരു വഴികളും ഫോക്ലോറിലില്ല. അതുകൊണ്ട് ആദ്യത്തെ പാഠം, ശരിയായ ഒറിജിനൽ പാഠം ഏതാണ് എന്ന് അറിയാനുള്ള ഒരു സാധ്യത ഫോക്ലോറിനില്ല. വാഗ്മയ രൂപത്തിലുള്ളവയായതുകൊണ്ട് തന്നെ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പ്രയാസം ഉള്ളവയാണ്. ഇങ്ങനെ വാഗ്മയ രൂപത്തിൽ വാമൊഴിയായിട്ട് പകരപ്പെട്ട ചില പാട്ടുകൾ പിന്നീട് വരമൊഴിയായിട്ട് നാടൻ പാട്ടുകളൊക്കെ ഇന്ന് പുസ്തകങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. പക്ഷേ ആ രേഖപ്പെടുത്തി വെച്ചത് ഏത് കാലഘട്ടത്തിൽ ഉള്ളവയാണ് എന്ന് നമുക്ക് പറയുവാൻ പ്രയാസമാണ്. ആ ഒരു കാലഘട്ടത്തിലുണ്ടായ മാനസിക വസ്തുതകളുടെ കേവലം രേഖകൾ മാത്രമാണ് എഴുതി വെച്ച അച്ചടിക്കപ്പെട്ട പാട്ടുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരിയായ പാഠം ഏതാണ് എന്ന് ഒരിക്കലും നമുക്ക് ഒരു തീർപ്പിലെത്താൻ നിർവാഹമില്ലാത്തവയാണ് നമ്മുടെ ഫോക്ലോർ കലാരൂപങ്ങളൊക്കെയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിൽ 12 പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ഫോക്ലോറിൻ്റെ സവിശേഷതകളായിട്ട് ഇവിടെ ഫോക്ലോറിസ്റ്റുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒന്നുകൂടി അതിൻ്റെ ടൈറ്റിൽ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒന്നാമത്തേത് ഓർമ്മിക്കുവാൻ വേണ്ടി വീണ്ടും പറയുകയാണ്, സാമൂഹിക ബന്ധം. രണ്ടാമത്തേത് പാരമ്പര്യധാര. മൂന്നാമത്തേത് ജനസംസ്കാരത്തിൻ്റെ സ്രോതസ്സ്. നാലാമത്തേത് അജ്ഞാത കർത്തൃത്വം. 5 പരിശീലന നിഗൂഢത. 6 വ്യത്യാവസ്ഥ. 7 ഉൽപ്പത്തി നിർണയ ക്ലേശം. 8 പരിവർത്തന വിധേയത്വം. 9 പ്രാദേശികത. 10 രീതിഭേദം. 11 ലാളിത്യവും അകൃത്രിമതയും. 12 ശരിയായ പാഠത്തിൻ്റെ അഭാവം.